നമസ്കാരം. നമ്മുടെ പുതിയ യാത്ര ഇവിടെ തുടങ്ങുകയാണേ. ഞങ്ങൾ ഇത്തവണ പോകുന്നത് നോർത്ത് ഈസ്റ്റിലേക്കാണ്. ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ പോവാത്തൊരു സംസ്ഥാനത്തേക്കൊക്കെ ഇത്തവണ പോകുന്നുണ്ട്. ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് കന്യാകുമാരിയിലേക്കാണ്. ഗുജറാത്തിലെ ഗാന്ധിധാമിൽ നിന്നും നാഗർകോവിലേക്ക് പോകുന്ന എക്സ്പ്രസ്സിന് ഞങ്ങൾ കാഞ്ഞങ്ങാട് നിന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ കാഞ്ഞങ്ങാട് ആ വണ്ടി എത്തുക 4:15. ഇപ്പോൾ 1 മണിയായി. ഇനിയിപ്പോൾ ഇവിടുന്ന് ബസ് കയറി നേരെ കാഞ്ഞങ്ങാടേക്ക് പോകണം. ഞങ്ങൾ ബസ് കയറി കാഞ്ഞങ്ങാടേക്ക് 1 മണിക്കൂറിലധികം യാത്ര ചെയ്യാനുണ്ട്. ഇത് ഭീമനടി എന്ന് പറഞ്ഞൊരു ചെറിയൊരു പട്ടണമാണ്. ഭീമനടി ബസ് സ്റ്റാൻഡ്. നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? നീലേശ്വരം ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് ഇതാ എത്തുകയാണ്. ഇതാണ് പുതിയ ബസ് സ്റ്റാൻഡ്. എപ്പോഴാണ് ഇനി ഓപ്പൺ ആവുക എന്നറിയില്ല. താൽക്കാലിക ബസ് സ്റ്റാൻഡ് കുറച്ച് മുൻഭാഗത്തേക്കാണ്. ഇവിടെ ആകെ ഇത്രയല്ലേ സ്ഥലമുള്ളൂ. മൂന്ന് വരി 6 വരി പാതയാണ് ഇതുവഴി കടന്നു പോകുന്നത്. നമ്മളിപ്പം സർവീസ് റോഡിലൂടെയാണ് പോകുന്നത്. ഇത് കാഞ്ഞങ്ങാട് സൗത്താണ്. കാഞ്ഞങ്ങാടിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉദ്ഘാടനം ചെയ്തൊരു പുതിയൊരു ബസ് സ്റ്റാൻഡാണിത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബസ് സ്റ്റാൻഡ് ഇവിടെ വെറുതെ കെട്ടി വെച്ചു എന്നല്ലാതെ ആർക്കും തന്നെ ഉപകാരമില്ല. കാരണം ഇത് ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്. കാസർഗോഡ് ജില്ലയിലെ 2ാമത്തെ വലിയ നഗരമാണ് കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാടേക്ക് ഇതാ ബസ്സെത്തി. കാഞ്ഞങ്ങാടേക്ക് ഇനി ട്രെയിൻ വരാൻ 1 മണിക്കൂറിന് മുകളിൽ സമയമുണ്ട്. ഈ റോഡിൽ ഇത് നേരെ ബേക്കൽക്കോട്ട വഴി കാസർഗോഡേക്ക് പോകുന്നതാണ്. കാസർഗോഡേക്ക് പോകാൻ പറ്റിയ നല്ല അടിപൊളി റോഡാണിത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇടത് ഭാഗത്തേക്കാണ് റെയിൽവേ സ്റ്റേഷൻ. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലേക്ക് എത്തിയേ. ഇവിടെ ഇപ്പോൾ സ്റ്റേഷൻ്റെ കുറച്ച് പണികളൊക്കെ നടക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ മാംഗ്ലൂർ MGR ചെന്നൈ സെൻട്രൽ മെയിൽ പോയി. ഇനിയിപ്പോൾ ട്രിവാൻഡ്രം എക്സ്പ്രസ് വരാനുണ്ട്. അപ്പോൾ അതിനുള്ള ആൾക്കാരൊക്കെ വരുന്നതൊക്കെ കാണാം. ഇവിടെ ഇപ്പോൾ മംഗളൂരു സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് വന്ന് ഇതിൻ്റെ അൺറിസർവ്ഡിൽ കയറാനുള്ള ഇതിവിടെ നിന്ന് എടുത്തു. ഇതിൻ്റെ അണ്ടർസൈഡിലത്തെ തിരക്ക് നിങ്ങളൊന്ന് നോക്കിക്കോ. ആൾക്കാർ തൂങ്ങിയിട്ടാണ് പോകുന്നത്. ഇതിൻ്റെ തൊട്ട് പുറകെ തന്നെ നമുക്ക് പോകാനുള്ള വണ്ടിയുണ്ട്. ഇതേ ഈ ഒരു കോച്ച് നോക്കിയേ. എൻ്റെ പൊന്നെ, ഇവിടെ ആകെ 2 അൺറിസർവ്ഡ് കോച്ച് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ AC ആയി. പുറകിലും 2 അൺറിസർവ്ഡ് ഉണ്ട്, മുന്നിലും ഉണ്ട്. ഈ 4 അൺറിസർവ്ഡ് കോച്ചിലും നല്ല തിരക്കാണ്. ഇത് നാളെ വെളുപ്പിന് ഒരു 4 മണിക്ക് ആകുമ്പം തിരുവനന്തപുരം സെൻട്രലിലെത്തും. ഇന്ന് പോകുന്ന ട്രെയിനെ പറ്റി പറയാം. ഈ ട്രെയിൻ ഒരു വീക്ക്ലി ട്രെയിനാണ്. ഇന്നലെ വെള്ളിയാഴ്ച രാവിലെ 10:40 ഈ ട്രെയിൻ ഗാന്ധിധാം നിന്ന് പുറപ്പെട്ടത്. ശേഷം അഹമ്മദാബാദ്, വഡോദര, സൂറത്ത്, പനവേൽ, മഡ്ഗാവ് വഴിയാണ് ഈ ട്രെയിൻ വരുന്നത്. ഞങ്ങൾ ഈ ട്രെയിനിലുണ്ടല്ലോ 1.5 മാസം മുന്നേ തന്നെ പ്രിഫറൻസ് കൊടുത്ത് 2 അപ്പർ ബർത്ത് ബുക്ക് ചെയ്തു. കാരണം ഈ കാഞ്ഞങ്ങാട് നിന്ന് നാഗർകോവിൽ ഭാഗത്തേക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ബർത്തുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്താൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ബർത്ത് തന്നെ കിട്ടുമല്ലോ. ഈ ട്രെയിൻ ഇപ്പോൾ കാസർഗോഡ് കഴിഞ്ഞു. ട്രെയിൻ നമ്പർ 163-35 ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 1 കടന്നു വരികയാണ്. മുന്നിൽ തന്നെ 2 അണ്ടർസോഡ് കോച്ചുണ്ട്. ഇതൊക്കെ നല്ല തിരക്കാണ്. ഞങ്ങളുടെ കോച്ച് S3 ആണ്. ഇതിൻ്റെ AC-ലൊന്നും കയറാൻ അധികം ആൾക്കാരേ ഇല്ല. സ്ലീപ്പറിൻ്റെ ഭാഗത്ത് തന്നെയാണ് തിരക്ക്.
67ഉം 70ഉം ആണ് നമ്മുടെ ബെർത്ത് നമ്പറുകൾ. ഇത് S8 ആണ്. ഈ ട്രെയിനിൽ പാൻട്രി ഉണ്ട്. ഇതാണ് പാൻട്രി കോച്ച്. കുറച്ച് അങ്ങോട്ട് പോകണം. നമ്മുടെ കേരളത്തിലെ ഓരോ റെയിൽവേ സ്റ്റേഷൻ്റെയും വൃത്തി കണ്ട അടിപൊളിയല്ലേ? 4:23 ഇപ്പോൾ കാഞ്ഞങ്ങാട് നിന്ന് വണ്ടി എടുത്ത് ഈ ട്രെയിൻ വരുന്ന സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, നമ്മുടെ കേരളത്തിലെ ഓരോ റെയിൽവേ സ്റ്റേഷനും നല്ല വൃത്തിയാണെന്ന്. നിങ്ങളുടെ ഈ ഒരു ട്രാക്കിൻ്റെ ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേ. എവിടെയെങ്കിലും വേസ്റ്റുകൾ കാണാൻ വേണ്ടി സാധിക്കുക. കാരണം അത്രയും നല്ല രീതിയിലാണ് ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നത്. മാത്രമല്ല അധികം ആൾക്കാരൊന്നും വേസ്റ്റൊന്നും അധികം ഈ ട്രാക്കിൻ്റെ ഭാഗത്തേക്കൊന്നും വലിച്ചെറിയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനിയിപ്പോൾ ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് പയ്യന്നൂരാണ്. ട്രെയിനിപ്പോൾ നീലേശ്വരത്തേക്ക് എത്തി. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഹോം സ്റ്റേഷൻ 4:57 ഇപ്പോൾ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തി. ഇവിടെ 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ട സ്റ്റേഷനാണിത്. ഇവിടെ ഇപ്പോൾ നവീകരണമാണ്. പയ്യന്നൂർ സ്റ്റേഷനൊക്കെ ഇപ്പോൾ അടിമുടി മാറിയെന്ന് തന്നെ പറയാം. കാസർഗോഡ് ജില്ലയിൽ ഈ ട്രെയിന് കാസർഗോഡും കാഞ്ഞങ്ങാടുമാണ് സ്റ്റോപ്പ് ഉണ്ടായത്. ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പിന് കണ്ണപുരം. ഇത് ഹൈ കപ്പാസിറ്റി പാർസൽ വാനാണ്. അതായത് ഈ പുതിയ കാറുകളൊക്കെ ഇല്ലേ, അതൊക്കെ കൊണ്ടുപോകുന്ന വണ്ടിയാണിത്. സ്ലീപ്പർ ക്ലാസ്സിൻ്റെ ഈ ഭാഗത്ത് 3 CCTV ക്യാമറകൾ കാണാം. എല്ലാം നല്ല ഭാഗത്ത് തന്നെയാണ് പ്ലേസ് ചെയ്തത്. അതായത് എന്തെങ്കിലും അപകടമോ ഇതിലെന്തെങ്കിലും മോഷണമൊക്കെ ഉണ്ടെങ്കിൽ ഇതിലത്തെ വിഷ്വൽസ് എടുക്കാമല്ലോ. 5:12 ട്രെയിൻ ഇപ്പോൾ കണ്ണപുരം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. അത്യാവശ്യം സ്ലീപ്പർ ക്ലാസ്സിലേക്കൊക്കെ ആൾക്കാരൊക്കെ കയറാനുണ്ടായിരുന്നു ഇവിടുന്ന്. ഇനിയിപ്പോൾ അടുത്തതാണ് കണ്ണൂർ വളപട്ടണം പുഴ. അങ്ങ് അതിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. 5:27 ട്രെയിൻ ഇപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ 2 കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് ഉണ്ട്. ഇവിടുന്ന് കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണത്. ഈ കണ്ണൂർ യശ്വന്ത്പൂർ കൂടുതലും 3-ന്നാണ് പുറപ്പെടുക. കണ്ണൂരിൽ 3 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്. ഈ കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് ഇല്ലേ, ഇത് 6:05-നാണ് ഇവിടുന്ന് പുറപ്പെടുക. ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള ഒരു കിടിലൻ സർവീസാണ്. ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പിന് തലശ്ശേരി. ട്രെയിൻ ഇപ്പോൾ തലശ്ശേരിയിലേക്ക് എത്തുകയാണ്. അതിന് മുന്നേ തന്നെയുള്ള വലിയൊരു വളവാണ്. നമ്മൾ ശരിക്കും ഏറ്റവും പുറകിലാണ്. മുന്നിലാണ് ഇതിൻ്റെ AC മുഴുവനും. 5:50 തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. വീടിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ, നമ്മുടെ കേരളം വഴി പോകുമ്പോൾ ട്രാക്കിൻ്റെ ഭാഗത്തായാലും റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തായാലും നല്ല വൃത്തിയാണെന്ന്. അതിൻ്റെ മെയിൻ ഒരു റീസൺ നമ്മുടെയൊക്കെ സിവിക് സെൻസ് തന്നെയാണ്. ഇങ്ങനെയുള്ള പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയാൻ പാടില്ല, തുപ്പാൻ പാടില്ല. മെയിനായിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പാനും ഗുഡ്കയൊക്കെ വെച്ച് തോന്നുന്ന സ്ഥലത്ത് തുപ്പിയൊക്കെ ഇടും. അപ്പം അങ്ങനെയാണ് ഇത് മുഴുവനും വൃത്തികേടാവുന്നത്.
ഇപ്പം ഇതുവഴി ഉണ്ടല്ലോ ഒരു ട്രെയിൻ വരാനുണ്ട്. തിരുവനന്തപുരം നോർത്ത് നിന്ന് ചണ്ഡീഗഡിലേക്ക് പോകുന്ന കേരള സമ്പർക്രാന്തി ഇതാ കടന്നു വരികയാണ്. നവി ഇത്തവണത്തെ യാത്രയില് തൊപ്പിയൊക്കെ വെക്കാനുള്ള റീസൺ എന്താ അറിയാ? മുടി വെട്ടിയപ്പോ കുറച്ച് കൂടുതൽ എടുത്തു പോയല്ലേ? നല്ല രീതിയിൽ തന്നെ എടുത്തു എന്ന് പറയാം, അതുകൊണ്ടാണ് ഞാൻ തൊപ്പി വെച്ചത്. അതെ, കുറച്ച് കൂടുതൽ എടുത്തു പോയി. കുഴപ്പമില്ല, ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് സെറ്റ് ആയിക്കോളും. കഴിഞ്ഞ ശ്രീലങ്ക യാത്രയിൽ മൊട്ട അടിച്ച സമയത്ത് ഞാൻ എന്റെ സെയിം തൊപ്പി വെച്ചിട്ടാ പോയത്. എന്താ അറിയില്ല, നല്ല രീതിയിൽ എടുത്തുകൊണ്ട് ഒരു ചമ്മല് പോലെ, അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചത്. ട്രെയിൻ ഇപ്പോൾ വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. 6:08 വടകരയിൽ നിന്നൊക്കെ അൺറിസർവ്ഡിൽ കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണിത്. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ട സ്റ്റേഷൻ തന്നെയാണ് വടകരയിൽ. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. എന്ത് അടിപൊളിയാണല്ലേ ഇതാ. ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഭാഗവും വെയിറ്റിംഗ് റൂമും എല്ലാം അടിപൊളി. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് കൊയിലാണ്ടി. കാഞ്ഞങ്ങാട് നിന്ന് ട്രെയിൻ കയറി വടകര എത്തുന്നത് വരെ ഈ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഇരിക്കാനേ പറ്റിയില്ല. കാരണം അത്രയും ആൾക്കാരാണ് അൺറിസർവ്ഡ് ടിക്കറ്റൊക്കെ എടുത്ത് ഈ ഒരു ഭാഗത്തെല്ലാം വന്നിരുന്നത്. ഇവിടെ എത്തിയ സമയത്ത് TTനോട് പറഞ്ഞു, TT എല്ലാവരെയും അൺറിസർവ്ഡ് കോച്ചിൻ്റെ അടുത്തേക്ക് മാറ്റി. ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു ശനിയാഴ്ചയാണല്ലോ, നല്ല തിരക്കാണ് അൺറിസർവ്ഡും സ്ലീപ്പർ ക്ലാസ്സിലും. നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഈ ട്രെയിനിലേക്ക് ടിക്കറ്റ് കിട്ടണമെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. ഞങ്ങൾക്ക് ഒരാൾക്ക് കാഞ്ഞങ്ങാട് നിന്ന് നാഗർകോവിൽ വരെ സ്ലീപ്പർ ക്ലാസ്സിൽ വന്ന ടിക്കറ്റ് ചാർജ് 380 രൂപയാണ്. നമ്മൾ കേരളത്തിലത്തെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അതിലടിയിൽ കുറച്ച് നെഗറ്റീവ് കമൻറ്റുകളൊക്കെ വരാം. വേറൊന്നുമല്ല, നോർത്ത് ഇന്ത്യയിലത്തെ കുറച്ച് ആളുകൾക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല. ഒന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിനെ കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ, ഇപ്പോൾ എക്സാമ്പിൾ എടുത്തു പറഞ്ഞത് കേരളത്തിലെ വൃത്തിൻ്റെ കാര്യം, പ്ലാറ്റ്ഫോമിൻ്റെ മാത്രം കാര്യം പറയുകയാണെങ്കിൽ അതിൽ വരുന്ന കമൻറ്റ് എന്നാൽ ട്രാക്ക് കൂടെ കാണിക്കുന്നതാണ്. ഇപ്പോൾ ട്രാക്കും കാണിച്ചു, അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമും കാണിച്ചു. എവിടെ നമുക്കങ്ങനെ വൃത്തികേടായിട്ട് കാര്യമായ രീതിയിലൊന്നും കാണാൻ വേണ്ടി പറ്റില്ല. നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് യാത്ര ചെയ്തവരാണ്. ഇപ്പോൾ UPൻ്റെ ആയാലും ഡൽഹിൻ്റെ ഒക്കെ ആയാലും പല ഭാഗങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ വമ്പം വൃത്തികേട് തന്നെയാണ്. നമ്മൾ അംഗീകരിക്കേണ്ട കാര്യം, ഞങ്ങൾ കണ്ടുകൊണ്ട് കണ്ടവരാണ്. ഇത് ഒരുപാട് നല്ല സ്ഥലങ്ങളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്, അതും നമ്മൾ അംഗീകരിക്കേണ്ട കാര്യം കൂടിയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ എല്ലാ സ്ഥലത്തെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ എറണാകുളം ജംഗ്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ എത്രത്തോളം വൃത്തിയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ മലയാളികൾ തന്നെ ഈ പറഞ്ഞ യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ കുപ്പിയായാലും അതുപോലെ തന്നെ നമ്മൾ കഴിച്ച ഭക്ഷണമൊക്കെ പുറത്തേക്ക് എറിയുന്നവരുണ്ട്. എല്ലാവരും പെർഫെക്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ എങ്കിലും ഒരു പരിധി വരെ അത്രയും നല്ലത് തന്നെയാണ് നമ്മുടെ കേരളത്തിലത്തെ ഓരോ റെയിൽവേ സ്റ്റേഷൻ. 6:27 ട്രെയിൻ ഇപ്പോൾ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ ഒരു ഹൈ കപ്പാസിറ്റി പാർസൽ വാനെ കാണാം. ഇതിൻ്റെ അകത്തും കാറുകളൊക്കെയാണ് കൊണ്ടുപോവുക മെയിനായിട്ട്, പുതിയ വണ്ടി. 7 മണി ട്രെയിൻ ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. സ്റ്റേഷൻ്റെ കോഡ് CLT. അണ്ടർസോഡിലൊക്കെ ഇതാ നല്ല തിരക്കാണ് ഇവിടുന്ന്. ഇതിൻ്റെ മുന്നിലൂടെ മാംഗ്ലൂർ ട്രിവാൻഡ്രം എക്സ്പ്രസ് പോയതല്ലേ ഉള്ളൂ. എൻ്റെ പൊന്നെ, 1 ഇപ്പം തന്നെ ഫുള്ളാണ് അൺറിസർവ്ഡ്. ശരിക്കും നമ്മുടെ കേരളത്തിലൂടെ ഒരു നൈറ്റ് ട്രെയിനും കൂടെ അത്യാവശ്യമാണ്. മാവേലി, മലബാറും ട്രിവാൻഡ്രം എക്സ്പ്രസ് ഒക്കെ ഉണ്ട്. അമൃത് ഭാരതൊക്കെ വരുവാണെങ്കിൽ ഉണ്ടല്ലോ, രാത്രിക്കായിരുന്നു അതിൻ്റെ ടൈമിങ് വേണ്ടിയിരുന്നത്. ഫറോക്കും പരപ്പനങ്ങാടിയും കഴിഞ്ഞ് ട്രെയിൻ ഇതാ തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 7:55 തിരൂർ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വരുന്നത്. എല്ലായിടത്തും നല്ല തിരക്ക് തന്നെയാണ്, പ്രത്യേകിച്ച് അൺറിസർവ്ഡിൽ. ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് കുറ്റിപ്പുറം പട്ടാമ്പിയാണ്. തിരൂർ റെയിൽവേ സ്റ്റേഷൻ മാറിയൊരു കാഴ്ച കണ്ട. ഇപ്പം നല്ല കിട്ടില്ല റെയിൽവേ സ്റ്റേഷനായി. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറും വെയിറ്റിംഗ് റൂമും, പിന്നെ ഇവിടെ നല്ല കിട്ടിലൻ റിട്ടയറിംഗ് റൂമൊക്കെ ഉണ്ട്. ഒരു ദിവസം എന്തായാലും ഇവിടെ ഞങ്ങൾ വരുന്നുണ്ട്. രാത്രിയിലുള്ള ഭക്ഷണം കഴിക്കുവാണെങ്കിൽ വീട്ടിൽ നിന്ന് അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന ഭക്ഷണമാണ്.
ഇത് ബീട്രൂട്ട് തോരനാണ്, പിന്നെ ഒരു മെയിൻ ഫ്രൈ ഉണ്ട്, പിന്നെ അവിയലാണ്. ഇതേ 2 പേർക്ക് കഴിക്കാനുള്ള അവിയലും ഉച്ചക്ക് തന്നെ ഞങ്ങൾക്ക് വേണ്ടി ആക്കി തന്നെയാണ്. യാത്രയുടെ തുടക്കമായതുകൊണ്ടാണ് ഇന്ന് വീട്ടിൽ നിന്നുള്ള ചോറൊക്കെ കൊണ്ടുവരാൻ പറ്റിയത്. ഇനിയുള്ള ദിവസങ്ങളില്ല, അതായത് നോർത്ത് ഈസ്റ്റിലൊക്കെ എത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെത്തി ഒരു ചോറൊക്കെ ശരിക്കും മിസ് ചെയ്യുക. നമ്മുടെ അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു ഭക്ഷണത്തിനോളം വരില്ലല്ലോ മറ്റു ഫുഡൊന്നും. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ട്രെയിൻ ഇതാ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. 8:52 ഇവിടെ ഷൊർണൂർ എത്തിയ സമയത്ത് ഇതാ മാംഗ്ലൂർ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് കാഞ്ഞങ്ങാടുന്ന് കണ്ട വണ്ടി അതിപ്പോൾ ഇവിടെ നിന്ന് ഇതാ എടുത്തിട്ട് പോവുകയാണ്. ഇതിൻ്റെ അൺറിസർവിലേക്കുള്ള തിരക്ക് അത് പോയി. ഇവിടെ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് ഇതാ വരികയാണ്. കണ്ണൂരിൽ നിന്ന് നമ്മൾ കണ്ട വണ്ടി അതിവിടെ എത്തി. ഇതിൻ്റെ അൺറിസേർവ്ഡും കുറച്ച് ഭയാനകമാണ്, കാല് കുത്താനുള്ള സ്ഥലമൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ പ്ലാറ്റ്ഫോമിൽ മിൽമേൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, അതായത് മിൽമ ഐസ്ക്രീം. അങ്ങനെ ഷൊർണൂർ ജംഗ്ഷൻ ഇതാ ട്രെയിൻ എടുത്തു. ഇതും ഇപ്പം തന്നെ ഇവിടുന്ന് എടുക്കും. പ്ലാറ്റ്ഫോമിൻ്റെ വൃത്തിയൊക്കെ കാണുന്നില്ലേ? നോർത്ത് ഇന്ത്യയിലെ കുറെ ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ കേരളത്തിലെ പല സ്റ്റേഷനും പല രീതിയിലാണ് കാണുന്നത്. കുറച്ച് നാളുകൾക്ക് മുന്നേ ഇന്ത്യയിലത്തെ മോശം റെയിൽവേ സ്റ്റേഷൻ, അതായത് വൃത്തിഹീനമായ റെയിൽവേ സ്റ്റേഷൻ ഒരു ആർട്ടിക്കിൾ വരികയുണ്ടായി. അതിൽ ഒന്നാമത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ വരുന്നത് നമ്മുടെ കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലാണ്. ഒറ്റപ്പാലത്ത് പോയ എല്ലാവർക്കും അറിയാം, അങ്ങനെ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ ഒരിക്കലും അല്ല. നമ്മുടെ കേരളത്തിലെ ഓരോ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഈ ആർട്ടിക്കിൾ ഉണ്ടാക്കിയ അവൻ നോർത്ത് ഇന്ത്യയിലത്തെ സ്റ്റേഷൻ ഓരോന്ന് പോയി കാണാം, അന്നേരം അറിയാം അതിന്റെ വൃത്തി. 9:57 ട്രെയിൻ ഇപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ 3 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. അങ്ങനെ ഇതാ ഇവിടെ നിന്ന് വണ്ടി എടുത്തു. ഈ ട്രെയിൻ പോവുക എറണാകുളം ടൗൺ കോട്ടയം വഴിയാണ്. നാളെ ഒരു വെളുപ്പിന് 3:15 ആകുമ്പം തിരുവനന്തപുരത്തെത്തും. എന്തായാലും 5 മണിയൊക്കെ ആവും നാഗർകോവിൽ എത്തുമ്പോൾ. നമുക്കെന്തായാലും ഇന്ന് രാത്രിക്കത്തെ കാഴ്ച ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നാളെ ഇനി രാവിലെ മുതൽ കാണാം. രാവിലെ ഇപ്പം 4:40 ട്രെയിൻ ഇപ്പം തമിഴ്നാട്ടിലേക്ക് കയറി കൊഴിത്തുറൈ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പം എത്തിയത്. കൊഴിത്തുറയിൽ നിർത്തിയത് ഒരു ക്രോസിങ്ങിന് വേണ്ടിയിട്ടാണ്. ദേ കേട്ടോ, Mangalore Central Parashuram Express will arrive shortly on platform number 2. പരശുപ്പ് ഇവിടെ വരും. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈ ഒരു വണ്ടി ഉണ്ടല്ലോ, ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു വണ്ടി കൂടിയാണ്. എവിടേക്കാന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മൂകാംബികയിലേക്ക് പോകാൻ പറ്റിയ ബെറ്റർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ ഗുജറാത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്ഥലമായ റൺ ഓഫ് കച്ചിലേക്ക് നമുക്ക് പോകാൻ പറ്റിയ ഡയറക്റ്റ് ആയിട്ട് ഒരു വണ്ടി കൂടിയാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിന്ന് വരുന്ന വണ്ടി ഗാന്ധിധാമിന്ന് എല്ലാ വെള്ളിയാഴ്ചയാണ് പുറപ്പെടുന്നത്. തിരിച്ച് ഇവിടുന്ന് നാഗർകോവിൽ നിന്നാണെങ്കിൽ ആഴ്ചയിൽ ചൊവ്വാഴ്ച ഉച്ച തിരിഞ്ഞ് 2:30 നാഗർകോവിൽ നിന്ന് പുറപ്പെടുക. ഒരു 4 മണിയാകുമ്പോഴത്തേക്കും തിരുവനന്തപുരത്തും കോട്ടയം വഴിയാണ് വരുന്നത്. ഏകദേശം ഒരു 10 മണിയൊക്കെ സമയത്താണ് ഈ വണ്ടി ഷൊർണൂരിലെത്തുക. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ ആ ഒരു ടൈമിൽ കയറുവാണെങ്കിൽ പിറ്റേദിവസം രാവിലെ തന്നെ, അതായത് ബുധനാഴ്ച രാവിലെ തന്നെ ഒരു 7 മണിയാകുമ്പോഴത്തേക്കും ബൈന്ദൂർ മൂകാംബിക റോഡിലേക്ക് എത്തും. ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഡയറക്റ്റ് ആയിട്ട് മൂകാംബിക പോകാം. ആ സമയത്ത് എത്തുമ്പോൾ തന്നെ നമുക്ക് ബൈന്ദൂരിൽ നിന്ന് റെയിൽവേ സ്റ്റേഷന്റെ പുറത്തുനിന്ന് മൂകാംബികയിലേക്ക് ബസ്സൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഗോവയിലേക്ക് പോകാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്, മുംബൈയിലേക്ക് പോകാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. അതുപോലെ തന്നെ ഗുജറാത്തിലെ സൂറത്താലും വഡോദര, ആനന്ദ്, അഹമ്മദാബാദ് പല സ്ഥലങ്ങളിലേക്ക് പോകാം. ഈ അഹമ്മദാബാദിലേക്കൊക്കെ നമുക്കുണ്ടല്ലോ വേറൊരു രീതി, അതായത് നമുക്കിപ്പോൾ അജ്മീറിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ മരുസാഗിൽ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നേരെ ഈ ട്രെയിൻ നേരെ അഹമ്മദാബാദിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുന്ന സമയത്ത് എത്തുകയാണെങ്കിൽ നമുക്ക് നേരെ ഒരു 10 മണി സമയത്ത് നമുക്ക് യോഗ എക്സ്പ്രസ് ഉണ്ട്. അതിന് നമുക്ക് നേരെ ഡയറക്റ്റായിട്ട് അജ്മീർ പോവാം. അതുപോലെ തന്നെ നേരെ ഇനി റൺ ഓഫ് കച്ചിലേക്ക് പോവുകയാണെങ്കിൽ ഈ വണ്ടി ഗാന്ധിധാം വരെ മാത്രമേ പോകുന്നുള്ളൂ. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ജില്ലകളിൽ ഒന്നാണ് ഗുജറാത്തിലത്തെ കച്ച് ജില്ല. ആ കച്ച് ജില്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ഗാന്ധിധാം വരുന്നത്. ഗാന്ധിധാമെന്ന്
അടുത്തൊരു മെയിനായിട്ട് നമ്മൾ റെയിൽ പോകുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് ഭുജ് വരെയാണ് ട്രെയിൻ പോകുന്നത്. പക്ഷേ നമ്മുടെ വണ്ടി ഗാന്ധിധാം വരെ പോകുന്നുള്ളൂ. ഈ ഗാന്ധിധാമിൽ നിന്ന് ഭുജിലേക്ക് ഒരു 60 കിലോമീറ്റർ ഉണ്ട്. അവിടെ വരെ നമുക്ക് വീണ്ടും ട്രെയിനിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് വീണ്ടുമാണ് നമുക്ക് റൺ ഓഫ് കച്ചിലേക്ക് യാത്ര ചെയ്യാനുള്ളത്. കാഞ്ഞങ്ങാടിൽ നിന്നും 634 കിലോമീറ്റർ യാത്രയിൽ ട്രെയിൻ ഇപ്പിത നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 6:12 ഇവിടെ 6:15 എത്തേണ്ടത്. ഇതിനെക്കാട്ടും മുന്നേ എത്തേണ്ടതാണ്. കാരണം എന്താ അറിയോ, ഈ പുഴിത്തുറയിൽ നിന്ന് പരശുവും പോയി, അതുപോലെ തന്നെ മധുരൈ പുനലൂർ എക്സ്പ്രസും പോയി. സ്റ്റേഷന്റെ കോഡ് NCJ എന്നാണ്. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 1. നമ്മളിന്ന് യാത്ര ചെയ്ത ഗാന്ധിധാം നാഗർകോവിൽ എക്സ്പ്രസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് സദേൺ റെയിൽവേയിൽ തിരുവനന്തപുരം ഡിവിഷന് കീഴിലുള്ള വണ്ടിയാണ്. ഇതിൻ്റെ റേക്ക് ഷെയറിംഗ് പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗാന്ധിധാമിൽ നിന്ന് നാഗർകോവിലേക്ക് വന്നല്ലോ, മറ്റൊന്ന് നാഗർകോവിൽ നിന്ന് കാച്ചിഗുഡയിലേക്കുള്ള വീക്ക്ലി എക്സ്പ്രസ്, പിന്നെയൊന്നുള്ളത് നാഗർകോവിൽ നിന്ന് ഷാലിമാറിലേക്കുള്ള ഗുരുദേവ് എക്സ്പ്രസ്. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ വണ്ടി പോവുക ഷാലിമാറിലേക്കാണ്. അപ്പം ഗുരുദേവ് എക്സ്പ്രസ് ആയിട്ടാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ റേക്ക് ഷെയറിങ്. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങളിനിപ്പോൾ ഇവിടുന്ന് നേരെ കന്യാകുമാരിയിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് 15 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ ട്രെയിൻ കുറച്ചുകൂടെ നേരത്തെ എത്തുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് സുഖമായിട്ട് കന്യാകുമാരിയൊക്കെ പോയിട്ട് സൺറൈസ് ഒക്കെ കാണാമായിരുന്നു. ഇനിയിപ്പോൾ അതൊന്നും പറ്റൂല. നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇനി കന്യാകുമാരിയിലേക്ക് പോകാനുള്ള ബസ് നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും. ഇത് ഈ ഭാഗത്തു നിന്നാണ് ബസ് വരിക. ഇപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു ബസ് പോയതേ ഉള്ളൂ. അതായത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരുപാട് പേരുണ്ട് ഇവിടെ. ഒരു ബസ്സൊക്കെ വരുന്നുണ്ട് അങ്ങനെ. അതിൻ്റെ ബോർഡ് നോക്കാം. ബസ്സൊക്കെ എല്ലാ സമയത്തും വരും. ഞങ്ങൾ ഇതിന് മുന്നേ അന്ന് ഹിമസാഗർ എക്സ്പ്രസ്സിൽ കയറാൻ വരുന്ന സമയത്ത് ഇവിടുന്ന് ഒരു ഇലക്ട്രിക് ബസ്സായിരുന്നു ഉണ്ടായത്. ഇതല്ല, കന്യാകുമാരിയിലേക്കുള്ള ഒരു ബസ് കിട്ടി. ഇനി ഒരു 20 മിനിറ്റ് യാത്രയുണ്ടാവും. ബസ്സിൽ അത്രയും ഫുള്ളാണ് ആൾക്കാർ. നാഗർകോവിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് ഒരാൾക്ക് 15 രൂപയാണ് ടിക്കറ്റ് ചാർജ് ആയത്. ഇവിടെ റോഡുകളുടെയൊക്കെ പണി നടക്കുകയാണ്. കന്യാകുമാരിയിൽ ഇന്ന് മഴയാണ്. ഞങ്ങൾ ഇതിന് മുന്നേ വന്ന സമയത്തും മഴയായിരുന്നു. കണ്ടിട്ടിത് പെട്ടെന്ന് തന്നെ പോകുന്നാ തോന്നുന്നത്. ഇങ്ങോട്ടൊന്നും മഴക്കാറൊന്നുമില്ല, പക്ഷെ ഇപ്പൊ മഴയുണ്ട്. കന്യാകുമാരി എത്തി. ഇത് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ ഇതാ എത്തിയിരിക്കുന്നത്. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ വളരെ അടുത്താണ്. ഇതാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളത്. ഇത് അവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ. രാമേശ്വരം. അപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് രാമേശ്വരത്തേക്കുള്ള AC ബസ്. ഇന്നൊരു ഞായറാഴ്ചയാണല്ലോ, ഇന്ന് നല്ല തിരക്കന്നെ ആയിരിക്കും എന്തായാലും. കന്യാകുമാരി ഫെറി സർവീസ്. ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകാനുള്ള ആൾക്കാരുടെ തിരക്കാണ്. ഒരു 1.5 ക്യൂ തന്നെയാണ്. എൻ്റെ പൊന്നോ, ഇത് എവിടം വരെ ഉണ്ടെന്ന് നോക്കിയേ. അങ്ങാ മുകൾ ഭാഗം മുതൽ ഇതിൻ്റെ ഉള്ളിലോട്ട് മുഴുവനായിട്ടുണ്ട്. ഇപ്പോഴൊന്നും ഈ ബോട്ടിലൊന്നും കയറാന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. ഞങ്ങളിനി നേരെ ഇതുവഴിയാണ് നടന്നു പോകുന്നത്. നമുക്കെന്തായാലും
കടലിൻ്റെ നല്ലൊരു വ്യൂ ആണ് ആദ്യം കാണേണ്ടത്. അങ്ങ് ദൂരെ ഒരു പള്ളിയൊക്കെ കാണാം. പിന്നെ ഇവിടെയാണ് ഫെറീൻ്റെ ആ ഒരു ടെർമിനലൊക്കെ വരുന്നത്. ഇവിടെ നിന്ന് അത് കയറി വേണം നേരെ ഇതാ ഇങ്ങോട്ട് പോകാൻ. വിവേകാനന്ദ പാറയും അതുപോലെ തന്നെ തിരുവള്ളുവർ സ്റ്റാച്യുവും. സൂര്യോദയൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞു. അതൊക്കെ കാണാൻ പറ്റിയ ഒരു സ്ഥലം അങ്ങ് അവിടെയാണ്. നമുക്ക് എന്തായാലും ആ ഭാഗത്തേക്കും പോകാം. ഇവിടെയാണ് ക്ഷേത്രമൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ നല്ല കാറ്റാണ്. ഓൾറെഡി നേരത്തെ തന്നെ നല്ല മഴയും പെയ്തു. നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന സമയത്ത് മുഴുവൻ കന്യാകുമാരിയിൽ ഇതേ ഒരു വെതർ തന്നെയാണ്. എപ്പോഴും മഴ. ആ ഒരു കടലുകളൊക്കെ സംഗമിക്കുന്ന ആ ഒരു ഭാഗം. ഇവിടുത്തെ ഈ ഒരു സമയത്തെ തിരക്കൊക്കെ ഇങ്ങനെയാണ്. ഇനി നേരെ ഇതുവഴി നടക്കാം. വിവേകാനന്ദ പാറയുടെ കാഴ്ച ഇവിടെ നിന്ന് കുറച്ചും കൂടെ അടുത്തായി കാണാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സൂര്യോദയം അതുപോലെ തന്നെ സൂര്യാസ്തമയൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നാൽ കാണാൻ വേണ്ടി സാധിക്കും. അങ്ങ് അവിടെ വരെ നമുക്ക് പോയിരിക്കാം. അതായത് നേരെ ഇതാ ഈ ഭാഗത്താണ് സൂര്യൻ ഉദിച്ചു വരുന്നൊരു കാഴ്ച. ഇപ്പം ഇതാ വീണ്ടും മഴ വന്നു അല്ലേ? മഴ നമ്മൾ വിട്ടു പോകുന്നില്ല. കഴിഞ്ഞ തവണ 2 മാസം മുന്നേ ഹിമസാഗർ എക്സ്പ്രസ് കയറാൻ വേണ്ടി ഇവിടെ വന്ന സമയത്തും നല്ല മഴ നനഞ്ഞിട്ടാണ് അങ്ങനെ അന്ന് വീഡിയോ എടുത്തത്. ഇന്ന് ഞങ്ങൾ വരുന്നതിന് മുന്നേ തമാശക്ക് പറഞ്ഞാണ് എടാ കന്യാകുമാരിയിൽ നിന്ന് വീണ്ടും പണി കയറുമെന്ന് വിചാരിച്ച പോലെ തന്നെ മഴ കിട്ടി. ഇനി ഞങ്ങളിനിപ്പോൾ നേരെ നടന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് തന്നെ പോവുകയാണ്. ഇവിടെ പിന്നെ ചെറിയ ചെറിയ ഭക്ഷണങ്ങളും ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഇതാ ഇവിടെ തന്നെ വാങ്ങിച്ച് കഴിച്ച് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇഡ്ഡലി വട 3 ഇഡ്ഡലി 1 വട 40 രൂപ. പിന്നെ ഇവിടെ ഇതാ ഡ്രസ്സുകളും ഇങ്ങനെയൊക്കെ ഉണ്ട്. ശരിക്കും കന്യാകുമാരിയിലൊക്കെ ഈ ഞായറാഴ്ച ശനിയാഴ്ചയൊക്കെ വന്നാൽ നമുക്കൊന്നും മര്യാദ കാണാൻ പറ്റില്ല. നല്ല തിരക്കാണ്. എത്ര ആൾക്കാരാണ് ഇന്ത്യയുടെ ഓരോ ഭാഗത്തുനിന്ന് സൂര്യോദയമൊക്കെ കാണാൻ വേണ്ടി കന്യാകുമാരിയിലേക്ക് വരുന്നത്. ഇന്ന് രാവിലെ ഇവിടെ സൂര്യോദയം കാണാൻ വന്നവർക്കൊക്കെ നല്ല നഷ്ടം തന്നെയാണ്. കാരണം ഇന്ന് സൂര്യനൊന്നും ഉണ്ടായിരുന്നില്ല. മുഴുവനും മഴക്കാറ് തന്നെയാണല്ലോ. ഞങ്ങൾക്കായാലും അധികം നല്ല കാഴ്ചകളൊന്നും പകർത്താനും കഴിയുന്നില്ല മഴ കാരണം. അതാ മഴ കൂടി വരികയാണ്. നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കാം. ഞങ്ങളിവിടെ ഒരു ഹോട്ടലിൽ കയറിയേ. രാവിലെ ഇഡ്ഡലി വടയാണ് കഴിക്കുന്നത്. 2 ഇഡ്ഡലി ഉണ്ട്, 1 വടയുണ്ട്. 2 ടൈപ്പ് ചട്നിയാണ് ഇതിൻ്റെ കൂടെ. പിന്നെ ഇതാ ഒരു വാഴ ഇലയിലാണ് ഇത് നമുക്ക് കൊണ്ടുവന്ന് തരുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളിതാ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗത്തേക്ക് എത്തിയേ. നമ്മുടെ ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ അവസാന റെയിൽവേ സ്റ്റേഷനാണ് കന്യാകുമാരി. നിലവിലിപ്പോൾ ഇവിടെ സ്റ്റേഷൻ്റെ നവീകരണമാണ്. കുറച്ച് വർഷങ്ങളെടുക്കും ഈ ഒരു സ്റ്റേഷൻ നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനായി മാറാൻ. ഇത് സദേൺ റെയിൽവേയിൽ തിരുവനന്തപുരം ഡിവിഷന് കീഴിലുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഇഡ്ഡലി വട ഒരെണ്ണത്തിന് 40 രൂപയാണ് ആയത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറയണ്ടായി. നമ്മുടെ ഓരോ സ്റ്റേഷനിലത്തെ വൃത്തിൻ്റെ കാര്യമൊക്കെ കേരളത്തിലുള്ളവർ ആ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ് സിവിക് സെൻസിൻ്റെ കാര്യം തന്നെ. അതുപോലെ തന്നെ ഒറ്റപ്പാലത്തിൻ്റെ കാര്യം പറഞ്ഞു. നമ്മുടെ കേരളത്തോട് ഏതോ ഒരു കേരള വിരോധിയാണ് ഒരു നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ആളാണ് അത് തയ്യാറാക്കിയത്. അയാളോട് വേറൊന്നും പറയാനൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴും നമ്മുടെ നോർത്ത് ഇന്ത്യയിലത്തെ ഒരുപാട് നല്ല നല്ല റെയിൽവേ സ്റ്റേഷൻ അടിപൊളിയായി വൃത്തിയായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള വിഷയം കൊണ്ടൊന്നും അല്ലാതൊന്നും വൃത്തികേടാക്കുന്നത്. കാരണം വെച്ചാൽ ആൾക്കാരുടെ ഒരു സ്വഭാവ രീതി അതന്നെ, അല്ലാതെ വേറൊന്നും ഇല്ല അതില്. അതന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടാ. കാരണം വെച്ചാൽ നമ്മുടെ ലക്നൌല്ലേ യുപിയിലത്തെ അവിടെ ഇപ്പൊ ഗോമതി നഗർ അതൊരു കിട്ടില്ലൻ. അത് എയർപോർട്ട് തന്നെ വേണമെങ്കിൽ പറയാം അല്ലേ. ഗവൺമെന്റ് നല്ല രീതിയിൽ തന്നെ അത് കൊണ്ടുവരുന്നു. പക്ഷെ എന്താ പറയാ, അത് കൊണ്ടുവന്ന സമയത്ത് തന്നെ ആ ഒരു ഭാഗത്ത് തുപ്പി വെച്ചിട്ടുണ്ട്. അതായത് പാൻ ബാരാഗും കുട്ടിയൊക്കെ വെച്ചിട്ട് തുപ്പി ഇട്ടിട്ട്. അപ്പോൾ ഒരുപാട് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി വരുന്നു. അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞു ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ മോശം റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അന്നേരം നിങ്ങൾ വിചാരിക്കും അവിടെ എന്താ പറയുക പോപ്പുലേഷൻ കൂടുതലല്ലേ എന്ന്. അതുമാത്രമല്ല, ഒരു കുഞ്ഞ് സ്റ്റേഷനിൽ പോയാലും ഇത് തന്നെയാണ് അവസ്ഥ. ഇനിയിപ്പം ഞങ്ങൾ ഇവിടുന്ന് ട്രെയിൻ കയറി നേരെ നാഗർകോവിൽ പോവും. എന്നിട്ട് അവിടുന്ന് ഗുരുദേവ് എക്സ്പ്രസിൽ കയറി നേരെ കൊൽക്കത്തയിലേക്ക്. അതിലത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, കാരണം ഒരു റഷ് വണ്ടി തന്നെയാണ്. അപ്പോൾ ഗുരുദേവ് എക്സ്പ്രസിൻ്റെ കാഴ്ചയാണ് അടുത്ത ദിവസങ്ങളിൽ കാണാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റേ വീഡിയോ ബൈ.